ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 5-ലെ ജാവ സ്ട്രിംഗ് ബേസ്ഡ് സ്ട്രിംഗ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. അതുപോലെ ജാവ സ്ട്രിംഗ് എന്താണ്? ഈസ് ആൻ ഒബ്ജക്റ്റ് ദാറ്റ് റെപ്രസെൻറ്റ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റാണ് ജാവ സ്ട്രിംഗ്. സ്ട്രിംഗ് എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ക്ലാസ് ഉണ്ട്. ആ ബിൽറ്റ് ഇൻ ക്ലാസ് ഉള്ളത് java.lang എന്ന് പറയുന്ന പാക്കേജിലാണ്. സോ യു ഹാവ് ടു ഇമ്പോർട്ട് java.lang.star ഇൻ യുവർ പ്രോഗ്രാം. ഇപ്പോൾ സ്ട്രിംഗ് എന്ന് പറയുന്ന ക്ലാസ്സിൽ കുറേ മെത്തേഡ്സ് ഉണ്ട് സ്ട്രിങ്ങിനെ ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ എന്തായാലും java.lang എന്ന് പറയുന്ന പാക്കേജിനെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. സ്ട്രിംഗ് ഒരു ബിൽറ്റ് ഇൻ ക്ലാസ് ആയതുകൊണ്ട് ശ്രദ്ധിക്കുക, it should be capital. Then how to create string object? There are two ways. First method is by using string literal. Second method is by new keyword. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈ യൂസിങ് സ്ട്രിംഗ് ലിറ്ററൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ജനറൽ സിൻടാക്സ് എന്ന് പറയുന്നത് സ്ട്രിംഗ് സ്പേസ് വേരിയബിൾ ഈക്വൽ ടു എന്ത് സ്ട്രിംഗ് ആണോ കൊടുക്കേണ്ടത് സ്ട്രിങ്ങിൻ്റെ വാല്യൂ. ഇവിടെയാണെങ്കിൽ ഹെലോ. പിന്നെ എന്ത് ശ്രദ്ധിക്കണം? ഡബിൾ കോട്ട്സിലായിരിക്കണം കൊടുക്കേണ്ടത്. ഇപ്പോൾ സ്ട്രിംഗ് str1 ഈക്വൽ ടു ഹെലോ. ഇപ്പോൾ സ്ട്രിംഗ് എന്താണ്? ബിൽറ്റ് ഇൻ ക്ലാസ് ആണ്. ആ സ്ട്രിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസ് വേരിയബിൾ ആണ് str1. സ്ട്രിംഗ് ഒബ്ജക്റ്റിൻ്റെ വാല്യൂ എന്താണ്? ഹെലോ. അപ്പം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ എന്ത് ചെയ്യും? ജാവ വിർച്വൽ മെഷീൻ ഫസ്റ്റ് തന്നെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒബ്ജക്ട്സ് ഒക്കെ നോർമലി സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്? ഹീപ്പ് മെമ്മറിയിലാണ്. ഓക്കെ, അപ്പോൾ ഹീപ്പ് മെമ്മറിയിലെ ക്യാഷ് ഏരിയ ആണ് സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് പൂൾ. അപ്പോൾ ഒരു സ്ട്രിംഗ് ലിറ്ററൽ ക്രിയേറ്റ് ചെയ്താൽ ആദ്യം തന്നെ സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് പൂൾ ചെക്ക് ചെയ്യും. സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് പൂളിലാണ് സ്ട്രിംഗ് ലിറ്ററൽസ് ഒക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഹെലോ അവിടെ ഉണ്ടോ എന്ന് നോക്കും. ഹെലോ അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? സ്ട്രിംഗ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. സ്ട്രിംഗ് ഒബ്ജക്റ്റിൻ്റെ വാല്യൂ ആണ് ഹെലോ, അല്ലെങ്കിൽ സ്ട്രിംഗ് ഒബ്ജക്റ്റ് എന്ന് തന്നെ പറയാം ഹെലോന്. പക്ഷേ str1 എന്താണ്? റെഫറൻസ് വേരിയബിൾ. ഓക്കെ, ആ റെഫറൻസ് വേരിയബിൾ പോയിന്റ്സ് ടു ദ സ്ട്രിംഗ് ഒബ്ജക്റ്റ് ഹെലോ. അതുകൊണ്ട് തന്നെ റെഫറൻസ് വേരിയബിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അഡ്രസ്സ് ഈ ഹെലോ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അഡ്രസ്സാണ് 10251 ആയി കാണിച്ചിരിക്കുന്നത്. ഈ റെഫറൻസ് വേരിയബിളൊക്കെ ഉണ്ടാവുന്നത് സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചറിലായിരിക്കും. അതുപോലെ ഈ സ്ട്രിംഗ് ഒബ്ജക്ട്സ് എവിടെയാണ്? സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് പൂൾ. ഹീപ്പ് ഏരിയൻ്റെ അകത്തെ ക്യാഷ് ഏരിയ ആണ് സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് പൂൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് വീണ്ടും നമ്മൾ അനദർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. സ്ട്രിംഗ് str2 ഈക്വൽ ടു ഹെലോ. ഇങ്ങനെയാണെങ്കിലോ? അപ്പോൾ വീണ്ടും ചെക്ക് ചെയ്യും. സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് പൂളിൽ ഹെലോ ഉണ്ടോ ഇല്ലയോ നോക്കും. ഹെലോ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് വീണ്ടും സ്ട്രിംഗ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത str1-ലുണ്ടല്ലോ അഡ്രസ്സ്, ഹെലോ ആണ് സ്ട്രിംഗ് ഒബ്ജക്റ്റിൻ്റെ വാല്യൂ. അപ്പോൾ വീണ്ടും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ റെഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സ് പുതിയ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. ഈ ഫിഗർ ഒന്ന് നോക്കിയേ. str2 ആണ് പുതിയ റെഫറൻസ് വേരിയബിൾ. അപ്പോൾ ഹെലോ നേരത്തെ സ്റ്റോർ ചെയ്തത് ഉണ്ടായതുകൊണ്ട് വേറൊരു ഹെലോ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ നേരത്തെ ഉള്ള ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ചെയ്യുന്നു. സെയിം അഡ്രസ്സാണ് 10251. ഇപ്പോൾ രണ്ട് റെഫറൻസ് വേരിയബിൾ ഉണ്ട്, ബട്ട് വൺ സ്ട്രിംഗ് ഒബ്ജക്റ്റ് ഹെലോ. അതാണ് ഈ സ്ട്രിംഗ് ലിറ്ററൽ യൂസ് ചെയ്ത് സ്ട്രിംഗ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് അഡ്വാൻറ്റേജ്? അതിൻ്റെ വേറൊരു എക്സാമ്പിളാണ് വെൽക്കം എന്ന് പറയുന്ന സെയിം കേസ്. അപ്പോൾ രണ്ട് വെൽക്കം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ രണ്ട് വേരിയബിളും പോയിന്റ്സ് ടു ദ സെയിം ഒബ്ജക്റ്റ് വെൽക്കം.
ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ടു മേക്ക് മെമ്മറി എഫിഷ്യൻറ്റ്. മെമ്മറി വേസ്റ്റ് ചെയ്യാതെ, ഓരോ തവണയും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് ഉള്ള സ്പേസ് എഫിഷ്യൻ്റായി യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം. ബൈ യൂസിങ് ന്യൂ കീവേഡ്. നമ്മൾ സാധാരണ ഒരു ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് യൂസിങ് ന്യൂ കീവേഡ് ആണ്. സ്ട്രിങ് സ്പേസ് ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ സ്ട്രിങ്, പിന്നെ സ്ട്രിങ്ങിൻ്റെ വാല്യൂ, അതായത് കൺസ്ട്രക്ടറിൻ്റെ അകത്ത് കൊടുക്കണം. എന്താണ് ആ സ്ട്രിങ്ങിൻ്റെ വാല്യൂ? ഇവിടെയാണെങ്കിൽ വെൽക്കം ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണെങ്കിൽ JVM ഓരോ പ്രാവശ്യവും എന്ത് ചെയ്യില്ല, സ്ട്രിങ് കോൺസ്റ്റൻറ്റ് പൂൾ ചെക്ക് ചെയ്യില്ല. അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ന്യൂ കീവേഡ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ കമ്പൈൽ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഈ സ്ട്രിങ് ലിറ്ററൽ യൂസ് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും ന്യൂ കീവേഡ് യൂസ് ചെയ്ത് പ്രോഗ്രാം ചെയ്യുമ്പോൾ, കാരണം ഓരോ പ്രാവശ്യവും JVM എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇമ്മ്യൂട്ടബിൾ സ്ട്രിങ് ഇൻ ജാവ. ജാവയിലെ സ്ട്രിങ് ഒക്കെ ഇമ്മ്യൂട്ടബിൾ ആണ്. ഇമ്മ്യൂട്ടബിൾ എന്ന് വെച്ചാൽ വി കാൺ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് സ്ട്രിങ് ഒബ്ജക്ട്സ്. ഒരു സ്ട്രിങ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ ഡാറ്റയോ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റിനെയോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റിനെയോ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അഥവാ ചേഞ്ച് ചെയ്താൽ അത് വേറൊരു ഒബ്ജക്റ്റായി ക്രിയേറ്റ് ആവും. ഓക്കെ, ന്യൂ സ്ട്രിങ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നോക്ക്, ക്ലാസ് ടെസ്റ്റ് ഇമ്മ്യൂട്ടബിൾ സ്ട്രിങ്. ടെസ്റ്റ് ഇമ്മ്യൂട്ടബിൾ സ്ട്രിങ് ആണ് ക്ലാസിൻ്റെ പേര്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് സ്ട്രിങ് S ഈക്വൽ ടു സച്ചിൻ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്ത്, അതുപോലെ സ്ട്രിങ് ക്രിയേറ്റ് ചെയ്ത്, നെക്സ്റ്റ് S ഡോട്ട് കൺകാറ്റ് ഓഫ് ടെൻഡുൽക്കർ. കൺകാറ്റ് എന്ന് പറയുന്ന മെത്തേഡ് കൺകാറ്റിനേഷൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ജാവ സ്ട്രിങ്സ് ആർ ഇമ്മ്യൂട്ടബിൾ. ഇമ്മ്യൂട്ടബിൾ എന്ന് വെച്ചാൽ വി കാൺ ചേഞ്ച് ദ സ്റ്റേറ്റ് ആൻഡ് ഡാറ്റ ഓഫ് ജാവ സ്ട്രിങ്സ്. ഒരു ജാവ സ്ട്രിങ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ അതിനെ മോഡിഫൈ ചെയ്യാം. പക്ഷെ മോഡിഫൈ ചെയ്താൽ അത് വേറൊരു പുതിയൊരു സ്ട്രിങ് ഒബ്ജക്റ്റായി ക്രിയേറ്റ് ആവും. നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് അതുപോലെ തന്നെ ഉണ്ടാവും. നമുക്കത് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെയാണെങ്കിൽ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് സ്ട്രിങ് എസ്സിൽ എന്തുണ്ട്, സച്ചിൻ എന്ന് പറയുന്ന സ്ട്രിങ് ഉണ്ട്. അപ്പോൾ S ഡോട്ട് കൺകാറ്റ് ഓഫ് ടെൻഡുൽക്കർ. കൺകാറ്റ് എന്ന് പറയുന്ന മെത്തേഡ് നിങ്ങൾക്ക് കൺകാറ്റിനേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അത് പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അതിൻ്റെ സിൻടാക്സ് ഒക്കെ പറയാം. അപ്പോൾ S ഡോട്ട് കൺകാറ്റ് ഓഫ് ടെൻഡുൽക്കർ എന്ന് പറയുമ്പോൾ സച്ചിൻ ഡോട്ട് കൺകാറ്റ് ഓഫ് ടെൻഡുൽക്കർ. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഓഫ് S. എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്? നോക്ക്, S ഡോട്ട് കൺകാറ്റ് ഓഫ് ടെൻഡുൽക്കർ എന്ന് പറയുമ്പോൾ ഓക്കെ, സച്ചിൻ ടെൻഡുൽക്കറിന് കൺകാറ്റിനേറ്റ് ചെയ്യും. പക്ഷേ അതൊരു പുതിയൊരു സ്ട്രിങ് ഒബ്ജക്റ്റായി ക്രിയേറ്റ് ആവുന്നുണ്ട്. സച്ചിൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് ഒരു ചേഞ്ചും വരുന്നില്ല. അപ്പോൾ സച്ചിൻ ടെൻഡുൽക്കറിന് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു റെഫറൻസ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. നോക്ക്, S ഈക്വൽ ടു S ഡോട്ട് കൺകാറ്റ് ഓഫ് ടെൻഡുൽക്കർ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് സ്ട്രിങ്ങിനെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അഥവാ മോഡിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ പുതിയൊരു റെഫറൻസ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ ഒരു മാറ്റം നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ഫിഗർ ഒന്നുകൂടി നോക്കിയേ. സച്ചിൻ എന്ന് പറഞ്ഞ സ്ട്രിങ് ഒബ്ജക്റ്റ് അവിടെ തന്നെയുണ്ട്, അതിനൊരു മാറ്റവും ഇല്ല. മാറ്റം വന്ന സ്ട്രിങ് പുതിയൊരു ഒബ്ജക്റ്റായി ക്രിയേറ്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് ജാവ സ്ട്രിങ് കമ്പയർ.
We can compare strings in Java in 3 ways. First equals എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ദെൻ ഡബിൾ ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ച്, അതുപോലെ ബൈ കമ്പയർ ടു മെത്തേഡ്. അപ്പോൾ മൂന്ന് രീതിയിലാണ് കമ്പയർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈക്വൽസ് മെത്തേഡ്. ഈക്വൽസ് മെത്തേഡ് ആണെങ്കിൽ ഇതിൻ്റെ സിൻടാക്സ് നോക്കുക. അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ബൂളിയൻ ആണ്. അതുകൊണ്ട് തന്നെ അത് ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. പിന്നെ ഈക്വൽസ് മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? രണ്ട് സ്ട്രിങ്ങിൻ്റെയും കണ്ടൻറ്റ് സെയിം ആണോ? ഇപ്പോൾ ഹലോ ഡോട്ട് ഈക്വൽസ് ഓഫ് ഹലോ എന്ന് കൊടുത്താൽ അത് രണ്ടും സ്മോൾ ലെറ്റർ കേസും കൂടി ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ, ഈക്വൽസ് മെത്തേഡ്. ഇനി കേസ് ഇഗ്നോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈക്വൽസ് ഇഗ്നോർ കേസ് എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, ഈക്വൽസ് ഇഗ്നോർ കേസ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. നെയിമിംഗ് കൺവെൻഷൻ അറിയാലോ. ഫങ്ഷൻസ് ബിൽറ്റ് ഇൻ ഫങ്ഷൻ ആണെങ്കിൽ സെക്കൻഡ് വേർഡ്, തേർഡ് വേർഡ് അതിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കും. അതുപോലെ ബിൽറ്റ് ഇൻ ക്ലാസ് ആണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കും. ഇതൊരു എക്സാമ്പിളാണ്. ഇവിടെ നോക്കിയേ, S1ഉം S2ലും സച്ചിൻ എന്ന് പറയുന്ന സ്ട്രിങ് ആണുള്ളത്. S3യിലാണെങ്കിൽ ന്യൂ വെച്ചാണ് സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, സച്ചിനാണ്. S4ലാണെങ്കിൽ സൗരവ്. അപ്പോൾ S1 ഡോട്ട് ഈക്വൽസ് ഓഫ് S2, ഈ ഈക്വൽസ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഫസ്റ്റ് സ്ട്രിങ് ഒബ്ജക്റ്റ് ഡോട്ട് ഈക്വൽസ് ഓഫ് അതിൻ്റെ അകത്ത് നെക്സ്റ്റ് സ്ട്രിങ് ഒബ്ജക്റ്റ്. അപ്പോൾ ഈ സിൻടാക്സിലായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. S1ലും S2ലും സെയിം സ്ട്രിങ് ആണുള്ളത്. ലെറ്റേഴ്സിനൊന്നും ഒരു ചേഞ്ചും ഇല്ല, അതുകൊണ്ട് ട്രൂ റിട്ടേൺ ചെയ്യും. S1 ഡോട്ട് ഈക്വൽസ് ഓഫ് S3യോ അതിനാണെങ്കിൽ രണ്ടിലും സച്ചിനാണുള്ളത്, ട്രൂ റിട്ടേൺ ചെയ്യും. S1 ഡോട്ട് ഈക്വൽസ് ഓഫ് S4ഓ അല്ല, S1ൽ സച്ചിനും S4ൽ സൗരവും ആണുള്ളത്, അതുകൊണ്ട് ഫാൾസ് റിട്ടേൺ ചെയ്യും. ഇനി ഇവിടെ നോക്കിയേ, S1 ഡോട്ട് ഈക്വൽസ് ഓഫ് S2 സച്ചിനും ഈ കേസിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് തന്നെ ഫാൾസ് റിട്ടേൺ ചെയ്യും. ഈക്വൽസ് ഇഗ്നോർ കേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കേസ് ഇഗ്നോർ ചെയ്ത് ട്രൂ റിട്ടേൺ ചെയ്യും. അതാണ് ഈ കമൻറ്റ് കൊടുത്തിട്ടുള്ളത്, ഔട്ട്പുട്ടാണ് ഈ കമൻറ്റിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് മെത്തേഡ് എന്താണ്? ഈക്വൽ ടു സൈൻ വെച്ചിട്ടുള്ളത്. ഇതിൽ വ്യത്യാസമുണ്ട്. ഇവിടെയാണെങ്കിൽ വാല്യൂ അല്ല കമ്പയർ ചെയ്യുന്നത്, റെഫറൻസ് ആണ്. ഓക്കെ, ഈക്വൽസ് എന്ന് പറയുന്ന മെത്തേഡ് വാല്യൂ ആണ് കമ്പയർ ചെയ്തത്, സ്ട്രിങ്ങിൻ്റെ വാല്യൂ. പക്ഷെ ഇവിടെയാണെങ്കിൽ സ്ട്രിങ്ങിൻ്റെ റെഫറൻസ് ആണ് നോക്കുന്നത്. ഇവിടെ നോക്കിയേ, സ്ട്രിങ് S1, S2, S3 ഒക്കെ ഒന്ന് നോക്ക്. എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത് S1 ഈക്വൽ ടു S2 ആണോ എന്ന്. അത് ഈക്വൽ ആയിരിക്കും, കാരണം രണ്ടും സ്ട്രിങ് ലിറ്ററൽ യൂസ് ചെയ്താണ് സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് റെഫറൻസ് വേരിയബിളിലും ഉള്ളത് സെയിം അഡ്രസ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്? ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. പക്ഷേ S1 ഈക്വൽ ടു S3 സെയിം ആയിരിക്കുമോ? അല്ല, കാരണം S3 ന്യൂ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്താണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളത് വേറൊരു അഡ്രസ്സും S1ൻ്റേത് വേറെ അഡ്രസ്സും ആയിരിക്കും. രണ്ടും ഡിഫറെൻറ്റ് റെഫറൻസ് ആയിരിക്കും അല്ലേ? രണ്ട് ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസിലേക്കായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത് S1ഉം S3യും. അതുകൊണ്ട് ഫാൾസ്. അപ്പോൾ ഈക്വൽ ടു സൈൻ, ഈ ഡബിൾ ഈക്വൽ ടു സൈൻ എന്താണ്? ആ രണ്ട് സ്ട്രിങ്ങിൻ്റെ റെഫറൻസ് ആണ് കമ്പയർ ചെയ്യുന്നത്, സ്ട്രിങ് ഒബ്ജക്റ്റിൻ്റെ റെഫറൻസ് ആണ് കമ്പയർ ചെയ്യുന്നത്. ഈക്വൽസ് മെത്തേഡ് രണ്ട് സ്ട്രിങ്ങിൻ്റെ വാല്യൂ ആണ് കമ്പയർ ചെയ്യുന്നത്. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് കമ്പയർ ടു മെത്തേഡാണ്. കമ്പയർ ടു മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, കമ്പയർ ചെയ്യുമ്പോൾ ലെക്സിക്കോഗ്രാഫിക് ഓർഡർ, അതായത് ഡിക്ഷണറി ഓർഡറിലായിരിക്കും ഈ കമ്പാരിസൺ വരുന്നത്. ഇപ്പോൾ രണ്ട് സ്ട്രിങ് ഒബ്ജക്റ്റ് S1ഉം S2ഉം സ്ട്രിങ് വേരിയബിൾ ആണെങ്കിൽ അത് ഈക്വൽ ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ഫസ്റ്റത്തെ സ്ട്രിങ്, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ആൻഡും ബോളും, S1 ആൻഡും S2 ബോൾ എന്ന് വിചാരിച്ചോ.
അങ്ങനെയാണെങ്കിൽ ആൻഡ് ഈസ് ലെസ് ദാൻ ബോൾ, കാരണം എ ആണ് ഫസ്റ്റ് വരുന്നത് ബീനേക്കാളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ പൊസിഷൻ കൊടുക്കണം. എക്ക് 1, ബിക്ക് 2, സെഡിന് 26, ഇങ്ങനെ ക്യാരക്ടർ പൊസിഷൻ കൊടുത്താൽ ഫസ്റ്റ് വരുന്ന ക്യാരക്ടറിലുള്ള സ്ട്രിങ് ചെറുതും പിന്നീട് വരുന്നത് വലുതുമായിരിക്കും. അപ്പോൾ S1 ഗ്രേറ്റർ ദാൻ S2 ആണെങ്കിൽ എന്താണ്, പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും. അതായത് ജസ്റ്റ് ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. S1 ലെസ് ദാൻ S2 ആണെങ്കിലോ നെഗറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും. ലെക്സിക്കോഗ്രാഫിക്കലി കമ്പയർ ചെയ്യാനാണ് കമ്പയർ ടു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. S1 ഡോട്ട് കമ്പയർ ടു ഓഫ് S2. അപ്പോൾ സച്ചിനും സെയിം ആണ്. S1 S2 സെയിം ആണ്, 0 റിട്ടേൺ ചെയ്യും. S1ഉം S3യും കമ്പയർ ചെയ്താലോ, S1ഉം S3യും കമ്പയർ ചെയ്താൽ S 6നേക്കാളും വലുതാണ്. എത്ര പൊസിഷൻ വലുതാണ്? 6 കഴിഞ്ഞാൽ S അല്ലേ, 1 പൊസിഷനെ ഗ്രേറ്റർ ആയിട്ടുള്ളൂ, അതുകൊണ്ട് 1 റിട്ടേൺ ചെയ്യും. അതുപോലെ S3യും S1ഉം കമ്പയർ ചെയ്യുമ്പോഴോ S3യിൽ വരുന്നത് 6ഉം S1ൽ വരുന്നത് S ഉം. അപ്പോൾ R ഈസ് ലെസ് ദാൻ S ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ R മൈനസ് S ചെയ്യുമ്പോൾ -1 റിട്ടേൺ ചെയ്യും. ഇൻറ്റിജർ വാല്യൂ ആണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്, അത് ശ്രദ്ധിക്കുക. ആ ഡിഫറൻസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. സ്ട്രിങ് കൺകാറ്റിനേഷൻ ഇൻ ജാവ. എങ്ങനെ രണ്ട് സ്ട്രിങ്ങിനെ കൺകാറ്റിനേറ്റ് ചെയ്യാം? രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ബൈ യൂസിങ് പ്ലസ് ഓപ്പറേറ്റർ നമുക്ക് കൺകാറ്റിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൺകാറ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തും സ്ട്രിങ്ങിനെ കൺകാറ്റിനേറ്റ് ചെയ്യാം. ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ. സ്ട്രിങ് S ഈക്വൽ ടു സച്ചിൻ. പിന്നെ ഓരോ സ്ട്രിങ്ങും നിങ്ങൾ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് വേണം കൊടുക്കാൻ. സ്ട്രിങ്ങിൻ്റെ വാല്യൂ ഡബിൾ കോട്ട്സിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പ്ലസ് ടെൻഡുൽക്കർ ഡബിൾ കോട്ട്സിൽ കൊടുക്കുക. അപ്പോൾ S പ്രിൻ്റ് ചെയ്യാൻ കൊടുത്താൽ സച്ചിൻ ടെൻഡുൽക്കറിന് പ്രിൻ്റ് ആവും. ഇതേ കാര്യം കൺകാറ്റ് മെത്തേഡ് യൂസ് ചെയ്താണെങ്കിലോ S1 ഡോട്ട് കൺകാറ്റ് ഓഫ് S2. അപ്പോൾ S1 ഫസ്റ്റ് വരേണ്ട സ്ട്രിങ് ഫസ്റ്റ് സ്ട്രിങ് വേരിയബിൾ ഡോട്ട് കൺകാറ്റ് ഓഫ് നെക്സ്റ്റ് സ്ട്രിങ് വേരിയബിൾ. ഓക്കെ, നെക്സ്റ്റ് ഓരോ മെത്തേഡ്സും നമ്മൾ പരിചയപ്പെടുകയാണ്. സബ്സ്ട്രിങ്ങിനെ നമുക്ക് എങ്ങനെ എടുക്കാമെന്ന്. സബ്സ്ട്രിങ്ങിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ട്രിങ് ഓഫ് അതിൻ്റെ ഇൻഡെക്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രിങ് എന്ന് ഏത് ഇൻഡെക്സ് തൊട്ടാണോ സബ്സ്ട്രിങ്ങിനെ എടുക്കേണ്ടത് ആ ഇൻഡെക്സ് ബ്രാക്കറ്റിൽ സ്പെസിഫൈ ചെയ്യണം. അതുപോലെ സ്റ്റാർട്ടിങ് ഇൻഡെക്സും തൊട്ട് എൻഡ് ഇൻഡെക്സ് വരെ കൊടുത്തും ചെയ്യാം. ഓക്കെ, എൻഡ് ഇൻഡെക്സ് കൊടുത്തില്ലെങ്കിൽ ലാസ്റ്റ് വരെ അത് ഡിസ്പ്ലേ ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്ക്, സ്ട്രിങ് S ഈക്വൽ ടു സച്ചിൻ ടെൻഡുൽക്കർ, S ഡോട്ട് സബ് സ്ട്രിങ് ഓഫ് 6. അപ്പോൾ 6 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ 6 എവിടെയാണ് വരുന്നത്? S-ൽ 1, Aക്ക് 2, അപ്പോൾ 1 2 3 4 5 6. 6 എന്ന് പറയുന്ന പൊസിഷനിലുള്ളത് അല്ല, S 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. 0 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ 6ലുള്ളത് സ്പേസ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് ടെൻഡുൽക്കർ. 0 6 എന്ന് പറയുമ്പോൾ 0ൽ വരുന്നത് S ആണ്. 0 1 2 3 4 5 6. അപ്പോൾ 0ലുള്ള ഇൻക്ലൂസീവാണ്, നേരത്തെ കണ്ടല്ലോ, ഇൻക്ലൂസീവാണ് സ്റ്റാർട്ടിങ് ഇൻഡെക്സ്. എൻഡ് ഇൻഡെക്സ് എക്സ്ക്ലൂസീവ് ആണ്. അതുകൊണ്ട് 6th എന്താണ്, സ്പേസ് ആണ്, അത് എക്സ്ക്ലൂസീവ്, അതിനെടുക്കൂല. അപ്പോൾ സച്ചിനാണ് സബ്സ്ട്രിങ് ആയി കിട്ടുന്നത്. ആ ഇൻഡെക്സ് സ്പെസിഫൈ ചെയ്താൽ മതി. സബ്സ്ട്രിങ് ഓഫ് ഇൻഡെക്സ് കൊടുക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ എല്ലാ മെത്തേഡും ഉള്ളത് എന്താണ്, സ്ട്രിങ് എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ക്ലാസ്സിലാണ് ഈ മെത്തേഡ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ ബിൽറ്റ് ഇൻ ക്ലാസ്സിലെ മെത്തേഡ്സിനെ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ റെഫറൻസ് വെച്ചായിരിക്കണം ആക്സസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള സ്ട്രിങ് ഒബ്ജക്റ്റ് ഏതാണ്? S ആണ്.
അപ്പോൾ എസ് ഡോട്ട് സബ്സ്ട്രിങ് ഓഫ് 06 അങ്ങനെ കൊടുക്കുക. ഓരോ മെത്തേഡിനെ ആക്സസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് ആക്സസ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് അപ്പർ കേസിലേക്കോ ലോവർ കേസിലേക്കോ സ്ട്രിങ്ങിനെ കൺവേർട്ട് ചെയ്യാൻ എസ് ഡോട്ട് ടു അപ്പർ കേസ്, ഏത് സ്ട്രിങ്ങിനെയാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് ടു അപ്പർ കേസ്. അപ്പോൾ ഇവിടെ സച്ചിനെ നമ്മൾ അപ്പർ കേസിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടില്ലേ, കമൻ്റ് ഇട്ട് കണ്ടില്ലേ, സച്ചിൻ ടു ലോവർ കേസ്. ഓക്കെ, ഇനി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ ഓഫ് എസ് എന്ന് കൊടുത്താലോ സച്ചിൻ, ഒറിജിനലുള്ള സച്ചിൻ തന്നെ പ്രിൻ്റ് ആവും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇമ്മ്യൂട്ടബിൾ ആണ് ജാവ സ്ട്രിങ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പക്ഷേ എസ് ഡോട്ട് ടു അപ്പർ കേസ് എന്ന് പറയുമ്പോൾ അത് വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതാണ് നിങ്ങൾക്ക് അത് ഡിസ്പ്ലേ ആവുന്നത്. നെക്സ്റ്റ് ട്രിം മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വൈറ്റ് സ്പേസസ് ഒക്കെ റിമൂവ് ചെയ്യാൻ. ഇവിടെ എസ് ഡോട്ട് ട്രിം എന്ന് കൊടുക്കുമ്പോൾ സച്ചിൻ എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനകത്ത് 2 വൈറ്റ് സ്പേസസ് ഉണ്ട്, കണ്ടില്ലേ? സ്ട്രിങ് എസ് ഈക്വൽ ടു സ്പേസ് സച്ചിൻ സ്പേസ്, അത് റിമൂവ് ചെയ്ത് സച്ചിൻ എന്ന് ഡിസ്പ്ലേ ആവും. നെക്സ്റ്റ് മെത്തേഡ് സ്റ്റാർട്ട്സ് വിത്ത്, അതായത് നമ്മുടെ സ്ട്രിങ് സ്റ്റാർട്ട്സ് വിത്ത് പെർട്ടിക്കുലർ പാറ്റേൺ ആണോ അല്ലെങ്കിൽ എൻഡ് വിത്ത് പെർട്ടിക്കുലർ പാറ്റേൺ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ക്യാരക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഇതൊരു ബൂളിയൻ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ എസ് എന്താണ്? സ്ട്രിങ്ങിൻ്റെ ഒബ്ജക്റ്റ്, സച്ചിൻ എന്ന് പറയുന്ന സ്ട്രിങ്ങുള്ള ഒബ്ജക്റ്റാണ്. അപ്പോൾ എസ് ഡോട്ട് സ്റ്റാർട്ട്സ് വിത്ത് എസ് എ അല്ലേ, എസ് എ വിത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ട്രൂ റിട്ടേൺ ചെയ്യും. എൻഡ്സ് വിത്ത് എൻ ആണ്, അതുകൊണ്ട് ട്രൂ റിട്ടേൺ ചെയ്യും. നെക്സ്റ്റ് ക്യാർ അറ്റ്, ആ പേരിൽ തന്നെയുണ്ട് ക്യാരക്ടർ അറ്റ് പൊസിഷൻ ബ്രാക്കറ്റിൽ കൊടുക്കണം. ക്യാരക്ടർ അറ്റ് 0 എന്താണ് ഇവിടെ? എസ്, ക്യാപിറ്റൽ ലെറ്റർ എസ് ആണ്. ക്യാരക്ടർ അറ്റ് 3 0 1 2 3 എച്ച് ആണ്. ഓരോ സ്ട്രിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലായിരിക്കും, 1-ലല്ല. ഓക്കെ, പിന്നെ ലെങ്ത്ത് എന്ന് പറയുന്ന മെത്തേഡ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് റിട്ടേൺ ചെയ്യും. അപ്പോൾ സച്ചിനിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? 6 ക്യാരക്ടേഴ്സ് ഉണ്ട്, 6 ആണ് റിട്ടേൺ ചെയ്യുന്നത്. നെക്സ്റ്റ് വാല്യൂ ഓഫ് മെത്തേഡ് എന്തിനെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ വാല്യൂ ഓഫ് എന്ന് പറയുന്ന മെത്തേഡ് ഇൻഡിലുള്ളതോ ഫ്ലോട്ടിലുള്ളതോ ഡബിളിലുള്ളതോ ഏത് ടൈപ്പിലുള്ള ക്യാരക്ടറിലാണെങ്കിലും അതിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഈ എക്സാമ്പിളാണെങ്കിൽ a = 10, a ഒരു ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾ ആണ്. അപ്പോൾ നമ്മൾ സ്ട്രിങ് ഡോട്ട് വാല്യൂ ഓഫ് എ എന്ന് കൊടുത്താൽ ആ 10 എന്ന് പറയുന്നത് സ്ട്രിങ് ആയി മാറും. അതിനെ സ്റ്റോർ ചെയ്യാനാണ് സ്ട്രിങ് എസ് ഈക്വൽ ടു അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് അതിനെ ഔട്ട്പുട്ട് ചെയ്താലോ S+10, പ്ലസ് എന്തിനാണ്? കൺകാറ്റിനേറ്റ് ചെയ്യാൻ. എസ്സിൽ എന്താ ഉള്ളത്? എനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്താൽ അത് 10 എന്നാവും. 10 എന്ന് പറയുന്ന ഇൻറ്റിജർ മാറി സ്ട്രിങ് ആവും. അപ്പോൾ 10 ഔട്ട്പുട്ട്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റീപ്ലേസ് എന്ന് പറയുന്ന മെത്തേഡ്. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ S1 ഡോട്ട് റീപ്ലേസ് ഓഫ് ജാവ കാവ. S1-ൽ എന്താ ഉള്ളത്? നമ്മളുടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റീപ്ലേസിൻ്റെ അകത്ത് എന്ത് കൊടുക്കണം? ഓൾഡ് സ്ട്രിങ് റീപ്ലേസ് ചെയ്യേണ്ട സ്ട്രിങ്. ഓക്കെ, അപ്പോൾ ജാവ എന്ന് പറയുന്ന സ്ട്രിങ് ഉള്ളിടത്തൊക്കെ കാവ എന്ന് പറയുന്ന പുതിയ സ്ട്രിങ് വെച്ച് റീപ്ലേസ് ആവും. അതാണ് ഇത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഓരോ മെത്തേഡ്സും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ആണ്. ക്യാരറ്റ് ഓഫ് ഇൻഡെക്സ് പറഞ്ഞല്ലോ, ക്യാരറ്റ് ഓഫ് 0 എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ റിട്ടേൺ ചെയ്യും. ലെങ്ത്ത് മെത്തേഡാണെങ്കിൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത്. പിന്നെ സ്ട്രിങ് ഫോമാറ്റ് ആണെങ്കിൽ ഫോമാറ്റഡ് സ്ട്രിങ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ ഇപ്പോൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ ഏജ് ഈസ് %d, ഏജ് എന്ന് പറയുന്ന വേരിയബിൾ, അങ്ങനെ
ആ ഫോമാറ്റഡ് ആയിട്ടുള്ള സ്ട്രിങ് ഫോമാറ്റ് സ്പെസിഫയറും കൂടി സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന സ്ട്രിങ് പ്രിൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രിങ് ഡോട്ട് ഫോമാറ്റ് യൂസ് ചെയ്യാം. അതുപോലെ സബ് സ്ട്രിങ്ങിന് നേരത്തെ പറഞ്ഞല്ലോ ബിഗിൻ ഇൻഡെക്സ് കൊടുക്കാം. അതുപോലെ ബിഗിൻ ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും കൊടുത്ത് സബ് സ്ട്രിങ്ങിനെ റിട്ടേൺ ചെയ്യാം. പിന്നെ കണ്ടെയ്ൻസ് അത് എന്താണ് ബൂളിയൻ വാല്യൂ റിട്ടേൺ ചെയ്യും. ഈ പെർട്ടിക്കുലർ ക്യാരക്ടർ സീക്വൻസ് അവിടെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ ജോയിൻ മെത്തേഡ് എന്ത് ചെയ്യുന്നു വെച്ചാൽ പല സ്ട്രിങ്സിനെയും ജോയിൻ ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് റീപ്ലേസ് ഓൾഡ് ക്യാരക്ടർ വിത്ത് ന്യൂ ക്യാരക്ടർ റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾഡ് സ്ട്രിങ് റീപ്ലേസിങ് വിത്ത് ന്യൂ ക്യാരക്ടർ സ്ട്രിങ്. പിന്നെ ഈക്വൽസ് ഇഗ്നോർ കേസ് പറഞ്ഞു. സ്പ്ലിറ്റ് മെത്തേഡ് എന്തിനാണ് സ്പ്ലിറ്റഡ് സ്ട്രിങ് റിട്ടേൺ ചെയ്യും. പിന്നെ ഇൻറ്റേൺ സ്ട്രിങ് എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ട്രിങ് ഹീപ്പ് ഏരിയയിലാണുള്ളതെങ്കിൽ അതിന് നേരത്തെ പറഞ്ഞല്ലോ സ്ട്രിങ് കോൺസ്റ്റൻറ്റ് പൂളിലേക്ക് മൂവ് ചെയ്യും. പിന്നെ ഇൻഡെക്സ് ഓഫ് ക്യാരക്ടർ ഇപ്പോൾ സച്ചിൻ എന്ന് പറയുന്നതിൽ ഇൻഡെക്സ് ഓഫ് എസ് എന്ന് കൊടുത്താൽ 0 എന്ന് റിട്ടേൺ ചെയ്യും.